ജീവിത ലക്ഷ്യം നിറവേറ്റാനുള്ള യാത്രയിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. കഠിനമായിട്ടുള്ള പരിശ്രമമുണ്ടെങ്കിലാണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നത്. ഈ പരിശ്രമം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കണം. അപ്പോൾ ആ പരിശ്രമം സ്വാഭാവികമായിട്ട് വരും. സ്വാഭാവികമായിട്ട് വരുമ്പോൾ അത് മനസ്സിന് ഭാരമുണ്ടാക്കില്ല. അത് ശാരീരിക തലത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കില്ല. നമ്മൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ചെയ്യുമ്പോൾ അത് നമുക്ക് സന്തോഷമാണ് നൽകുന്നത്. കഠിനമായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിനും മനസ്സിനും ക്ഷീണമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ നമ്മൾ ബലം കൊടുക്കുമ്പോൾ അത് മാനസിക തലത്തിൽ നമ്മളെ അത് ക്ഷീണിപ്പിക്കും. ശാരീരിക തലത്തിലും അത് നമ്മെ ക്ഷീണിപ്പിക്കും. ഇത് നമുക്ക് വേദനയുണ്ടാക്കുന്ന അവസ്ഥയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് തോന്നും. പക്ഷെ അത് തെറ്റായ പരിശ്രമമാണ്. എന്തുകൊണ്ടാണ് തെറ്റായ പരിശ്രമം എന്ന് പറയുന്നത്? അത് നമുക്ക് ശാരീരിക തലത്തിലും മാനസിക തലത്തിലും വേദന ഉണ്ടാക്കുന്നുണ്ട്. ആത്മീയമായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അവിടെ നമുക്ക് പരിശ്രമം വേണം, അധ്വാനം വേണം. പക്ഷെ ആ അധ്വാനം നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള വിത്തുകളുണ്ട്. കരുണ, സ്നേഹം, ദയ, ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അത് മുളക്കാനും വളർത്താനും അതിനെ ഉയർത്താനുമുള്ള ആ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. ഒരു ചെടിയിൽ വെള്ളവും വളവും നൽകി അതിനെ പരിപാലിക്കുമ്പോഴാണ് ആ ചെടി വളരുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള കരുണ, സ്നേഹം, ദയ അതിനെ ഉണർത്താനായിട്ട് നല്ല പ്രവൃത്തികൾ, നല്ല ചിന്തകൾ, ധ്യാനം, ഇതെല്ലാം വേണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് ആ നല്ല ഗുണങ്ങൾ നമ്മളിൽ നിന്ന് ഉണരുന്നതും അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതും ഒപ്പമുള്ള ആളുകൾക്കും അത് അനുഭവിക്കാൻ കഴിയുന്നത്. സർവ്വ ജീവജാലങ്ങൾക്കും അതിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ഉള്ളിൽ കോപം, വിദ്വേഷം, വെറുപ്പ്, അസൂയ, ഈ വിത്തുകളുമുണ്ട്. അതിനെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട. പാഴ്ചെടികൾ വളരുന്നത് പോലെ അത് വളരും. അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ പെട്ടെന്ന് ഇല്ലാതാക്കണം. അതിനെ ശക്തമാക്കാൻ അനുവദിക്കരുത്. അത് നമ്മളെ വേദനയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് വേദനയായിട്ട് മാറും. നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് അത് വേദനയായിട്ട് മാറും. അതിൻ്റെ ആ തരംഗം എന്ന് പറയുന്നത് അത്ര ശക്തിയുള്ളതാണ്. നന്മയുടെ വിത്തുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. കരുണ, സ്നേഹം, ദയ, ഇതാണ് നമ്മൾ വളർത്തേണ്ടത്. അത് വളർത്താനുള്ള ആ ഒരു ശ്രമം നമുക്ക് ഉണ്ടാകുമ്പോൾ അത് ശരിയായ പരിശ്രമമാണ്. അങ്ങനെ അത് വളരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നിലനിൽക്കും. സന്തോഷം ശക്തമാകുമ്പോൾ കരുണ, സ്നേഹം, ദയ, ഇത് നമ്മുടെ ഉള്ളിൽ ശക്തമാകും. കോപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അസൂയയുടെയും വിത്തുകൾ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ ഇല്ലാതാക്കണം. എങ്ങനെയാണ് ഇല്ലാതാക്കുക?
അതിൻ്റെ ഭാഗത്ത് കരുണ, സ്നേഹം, ദയ ഇത് നിറയ്ക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ശാന്തരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ പ്രശസ്തിക്കോ അംഗീകാരത്തിനോ പദവിക്കോ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതേപോലെ നമ്മൾ ദുഃഖം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കും. അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ പരിശ്രമമാണ്. ശരിയായ പരിശ്രമം എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ ചെയ്യണം. കൂടുതൽ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബലം കൊടുക്കരുത്. അത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതേപോലെ നമ്മളൊപ്പമുള്ള ആളുകൾക്കും അത് അസ്വസ്ഥത ഉണ്ടാക്കും. ധ്യാനം, പ്രാർത്ഥന ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് വിശ്രമാവസ്ഥയിൽ ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത്. സമാധാനത്തോടെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, സമാധാനത്തോടെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സമാധാനത്തോടെ ആയിരിക്കണം, അത് സന്തോഷത്തോടെ ആയിരിക്കണം. അതേപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ, ആ വാക്കുകളും സന്തോഷം നിറഞ്ഞതായിരിക്കണം, സമാധാനം നിറഞ്ഞത് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ സന്ധ്യയിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നത്. അതായത് നമുക്ക് ഭൗതികതയും വേണം, ആത്മീയതയും വേണം. ഒരു നൃത്തമായിട്ട് മാറണമെങ്കിൽ ഒരു കാല് മുകളിലും ഒരു കാല് താഴെയും വേണം. രണ്ട് കാലും തറയിലാണെങ്കിൽ അത് നൃത്തമാവില്ല. രണ്ട് കാലും ആകാശത്താണെങ്കിലും അത് നൃത്തം ആവില്ല. അപ്പം ഈ ഒരു ബാലൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സ്വസ്ഥരും ശാന്തരുമാകാൻ കഴിയുന്നത്. ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്നു. ആ ശിഷ്യനാകുന്നതിന് മുമ്പ് നേരത്തെ ഒരു സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ ബുദ്ധൻ്റെ അടുത്ത് വന്ന സമയത്ത്, ഒരു പ്രഭാഷണ സമയത്ത് ബുദ്ധൻ ഈ ശിഷ്യനോട് ചോദിച്ചു, നീ ഇവിടെ വരുന്നതിന് മുമ്പ് സംഗീതജ്ഞനായിരുന്നില്ലേ? ശിഷ്യൻ പറഞ്ഞു, അതേ ഗുരു, ഞാൻ സംഗീതജ്ഞനായിരുന്നു. നീ ഉപയോഗിക്കുന്ന വാദ്യോപകരണത്തിൻ്റെ ആ കമ്പി അയഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അയഞ്ഞു കഴിഞ്ഞാൽ അതിൽ ശബ്ദം വരില്ല. ആ കമ്പി മുറുകിക്കിടക്കുകയാണെങ്കിലോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അത് പൊട്ടിപ്പോകും. ഇതേപോലെയാണ് കഠിനമായിട്ട് നമ്മളെ ശരീരത്തെയും മനസ്സിനെയും വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭാരമാകും. അതേ സമയത്ത് നമ്മൾ സ്നേഹത്തോടെയും ശാന്തതയോടെയും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് സമാധാനം കൂടുതൽ നൽകുകയാണ് ചെയ്യുക. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ഒരുപാട് ഗുണം അത് നമുക്ക് ഉണ്ടാകും. പറയുന്നത് വിശ്രമാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കിയിട്ട് കൊടുക്കണം. ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം, വിശ്രമാവസ്ഥ അനുഭവിച്ചു കൊണ്ടാണോ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അതേ സമയത്ത് ഞാൻ എൻ്റെ പ്രവൃത്തി, പരിശ്രമത്തെ കഠിനമാക്കുമ്പോൾ ഞാൻ വേദന അനുഭവിക്കുന്നുണ്ടോ? ശരീരത്തെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ ശരീരവും മനസ്സും നമ്മുടെ ഭാഗമാണ്. നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ജീവിതത്തിൽ ശാന്തമാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു ശ്രദ്ധ വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ